എൻ്റെ പേര് ഷീബ. ഞാൻ ഇവിടെ കോഴിക്കോടാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മകനാണ് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു ചോയ്സ് ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്കൊരു ആക്സിഡൻ്റ് ആയി എൻ്റെ വലത്തെ കൈയിൻ്റെ 3 അഴുക്ക് പൊട്ടിപ്പോയത്. അപ്പോൾ അത് കാരണം കൈ പൊന്തിക്കാനോ ജോലി ചെയ്യാനോ സ്വന്തമായിട്ട് കുളിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയായി. ഗൾഫിലാണ് വർക്ക് ചെയ്തത്, ദുബായിലായിരുന്നു. അവിടുന്ന് പിന്നെ തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കൂടി വരേണ്ടി വന്നു. കാരണം എനിക്ക് കോർപ്പറേഷനിൽ ജോലി കിട്ടിയ സമയത്താണ് ആക്സിഡൻ്റ് ആയത്. ഞാനൊരു 10-15 ഹോസ്പിറ്റലുകളിൽ പല വിധ തെറാപ്പികൾ, പിന്നെ അതേപോലെ തന്നെ സർജറീൻ്റെ ഒരു വക്കത്തെത്തി. പക്ഷേ എന്നിട്ട് നമുക്ക് കൈക്ക് പൊന്തിക്കാനോ പിടിക്കാനോ പറ്റാത്തൊരവസ്ഥ വന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ മാജിക് ഡിവൈസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തിയത്. ആ ദിവസം തന്നെ എന്നെ കൊണ്ടുപോയി കൈക്ക് ഈ ഒരു ടെൻസ് തെറാപ്പി ചെയ്ത് അന്ന് വൈകിട്ട് തന്നെ എനിക്ക് എൻ്റെ കൈ പൊന്തിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റി. അപ്പോൾ എനിക്കൊരു ബോധ്യം വന്നു. പക്ഷെ എനിക്ക് പറയാൻ പേടിയായി. കാരണം അതുകൊണ്ട് വേറെ ആർക്കെന്താ സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. പറഞ്ഞാൽ ഹോസ്പിറ്റലുകാർക്ക് പറ്റാത്ത സാധനമല്ലേ, അപ്പം അമ്മ വെറുതെ ഓരോന്നിനും പോയി പെടണ്ടാവും. പിറ്റേന്ന് ഞാൻ എന്ത് ചെയ്തു, മോന് കാലിൻ്റെ മുട്ടിനൊരു സർജറി പറഞ്ഞ് നിൽക്കുന്ന സമയമാണ്, നേരെ നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ മോനെ കൊണ്ടുപോയിട്ട് ഈ ഡിവൈസ് ഉണ്ടാക്കി വെച്ചു കൊടുത്തു. അപ്പോൾ മോന് വന്ന് കാലൊന്ന് ഫ്രീ ആയി. അപ്പോൾ അത് കാരണം ഞങ്ങൾ എന്താക്കി, എനിക്ക് എല്ലാ ദിവസവും തെറാപ്പി ചെയ്യണം. അപ്പോൾ ഞങ്ങൾ തെറാപ്പിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉള്ള എല്ലാവർക്കും എന്തെങ്കിലും അസുഖമുണ്ട് അവരോടൊന്നും പറയാതെ പോയിട്ട് ഈ മെഷീൻ വെച്ചു കൊടുക്കും. അപ്പോൾ അവരൊക്കെ ഇത് നല്ല റിസൾട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം ഈ മെഷീൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പനിയുടെ മീറ്റിങ്ങിന് അവിടെ പോയത്. അവിടുന്ന് ഈ കമ്പനീൻ്റെ ഈ ഡിവൈസുകൾ കൊണ്ട് എത്രയോ ആളുകൾക്ക് ഉപകാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജനങ്ങളൊക്കെ ഇത്രയും മാറ്റം വന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, നീ ദുബായിത്തെ ജോലി അങ്ങ് രാജിവെച്ചിട്ട് തൽക്കാലം നീ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് നമുക്കിവിടെ കോഴിക്കോട് തന്നെ നല്ലൊരു സ്ഥാപനമാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ 2 വർഷമായി ഞങ്ങളിത് സ്ഥാപനമായിട്ട് തന്നെ നടത്തുന്നത്. ഇപ്പം ഞങ്ങൾ കൂടെ ഒരു 10-300ഓളം ആളുകൾ ഞങ്ങളൊരു കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു സിസ്റ്റം എത്തിച്ചു വന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യത്തെ സ്ഥാപനമാണ് കേട്ടത്. എന്താണ്? മലപ്പുറം ജില്ലയിൽ തന്നെ അതെ, മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സ്ഥാപനമാണ്. ഇവിടുന്ന് അങ്ങോട്ട് 100ഓളം സ്ഥാപനങ്ങൾ ഇവരുടെ അണ്ടറിൽ തന്നെ വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്ക്. സക്സസ് ആവട്ടെ, വിജയിക്കട്ടെ.